സോ യെസ്, അങ്ങനെ അടുത്തൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഞാൻ. ഇന്നും ഒരു മൂവി റിവ്യൂ ആണ്, ബ്രോമാൻസ്. അങ്ങനെ ബ്രോമാൻസ് ഞാൻ കണ്ടു. എന്തോ ഭാഗ്യത്തിന് കൃത്യസമയത്ത് തന്നെ തിയേറ്ററിലെത്താൻ പറ്റി. പടം പടം എന്ന് പറഞ്ഞാൽ ഒരു റോളർ കോസ്റ്റർ പടം തന്നെയാണ്. ഒരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഒ ടി ടിയിൽ വരുമ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ പലർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ്, പിന്നെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അധികം ആളുകളൊന്നുമില്ല. പക്ഷെ ഉള്ളവർ കിട്ടു പെർഫോമൻസ്, അത് പറയാതിരിക്കാൻ വയ്യ. ആകെ കുറച്ചും ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അടുത്ത് പറയാനുള്ളത് സ്ക്രിപ്റ്റിൻ്റെ കാര്യമൊന്നും നോക്കരുത്. സ്ക്രിപ്റ്റ് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. പക്ഷെ അതിലെ പെർഫോമൻസിലാണ് ഈ സിനിമ. അതുകൊണ്ട് സ്ക്രിപ്റ്റ് ഒന്നും നിങ്ങൾ നോക്കരുത്. എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇതിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റീൽസ് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ കുറേ എന്താ പറയുക, ഇപ്പോഴത്തെ കുറേ ജനറേഷൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ജെൻസി എന്ന് തന്നെ എടുത്ത് പറയാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് മാത്യു തോമസിൻ്റെ പെർഫോമൻസ് ആണ്. അടിപൊളി. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതേപോലെ നമ്മുടെ ശ്യാം, നമ്മുടെ പ്രേമലുവിലെ JK, പുള്ളിക്കാരനൊക്കെ ഇതിലുണ്ട്, നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു എന്തോ പറയുക, പണ്ടത്തെ ഫിലിംസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയദർശൻ ഏറയില്ലേ, അതായത് കുറേ കളർഫുള്ള് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതായത് ടിപ്പിക്കൽ ഒരു പ്രിയദർശൻ ഫിലിം പോലെ. ഞാൻ കമ്പയർ ചെയ്യുകയല്ല, പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് ഓർമ്മ വന്നത് പെട്ടെന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. അതായത് സ്ക്രിപ്റ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സ്ക്രിപ്റ്റിലൊന്നും പറയാനില്ല. പക്ഷേ പെർഫോമൻസിൻ്റെ ബേസിൽ അവർ കത്തിക്കയറി വരികയാണ്. അങ്ങനത്തെ ഒരു ഫിലിമാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കണക്ഷൻ പോയത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഞാൻ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത്. അതുപോലെ ഷാജോണിൻ്റെ കാര്യമൊക്കെ എടുത്തു പറയേണ്ടതാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ്റേത്. അതിൽ എഡിറ്റിംഗൊക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അമൽ ഡേവിസ്. എൻ്റെ മോന്, പ്രേമലുവിൻ്റെ ക്യാരക്ടറിൻ്റെ നെയിമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും, അമൽ ഡേവിസ്. പക്ഷെ എൻ്റെ മോനെ എന്ത് പെർഫോമൻസ് ആണ്! ഒരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല പുള്ളിക്കാരൻ്റെ പെർഫോമൻസ്. പിന്നെ അർജുൻ അശോകൻ്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ട് അതിൽ. പക്ഷേ എനിക്ക് ആദ്യമൊന്നും അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോഴാണ് അർജുൻ അശോകൻ ഒരു പെർഫോമൻസ് ലെവലിലോട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുള്ളിക്കാരനെ ഹൈ ആക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എടുത്ത് പറയാൻ പറ്റില്ല, കുറച്ച് സ്പോയിലേഴ്സ് ആയി പോകും. അതുകൊണ്ട് എടുത്ത് പറയാൻ പറ്റില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് മാറുന്നതാണ്. പിന്നെ പറയാനുള്ളതാണ് നമ്മുടെ മഹിമ നമ്പ്യാർക്ക് കാസർഗോഡ് സ്ലാങ്. എൻ്റെ മോളെ, പൊളി സാധനങ്ങളാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാം. നിങ്ങൾ പോയി കണ്ടു നോക്കുക, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഒ ടി ടിയിൽ വരുമ്പോൾ പല രീതിക്കായിരിക്കും ഇത് മാറുന്നത്. കാരണം നമ്മുടെ പ്രേമലു തന്നെ 100 കോടി ക്ലബിലൊക്കെ കയറിയതാണ്. പക്ഷേ ഒ ടി ടിയിൽ വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പല എക്സാമ്പിളും ഉണ്ട്. നിങ്ങൾ പോയി കണ്ടു നോക്കുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക.